നോബഡി ടു ഒരു കുഞ്ഞു ചിത്രം, അത്യാവശ്യം ഫണ്ണും ആക്ഷനൊക്കെ ചേർന്ന ഒരു കുഞ്ഞു ചിത്രം. ഇപ്പം നോബഡി എന്നുള്ള ഫസ്റ്റ് പാട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ സൈലന്റ് ആയിട്ട് റിലീസായ ഒരു മൂവിയാണ്. അപ്പോൾ ആ മൂവിയുടെ റിവ്യൂ ഒക്കെ നോക്കുന്ന സമയത്ത് ഇത് ജോൺ വിക്കിന്റെ അപ്പനായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ നായകന്റെ ആ പെർഫോമൻസിന് ആൾക്കാർ വിലയിരുത്തി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഈ പടം വളരെ സൈലന്റ് ആയിട്ടാണ് റിലീസായത്. അതുപോലെ തന്നെയാണ് സിസു എന്ന് പറഞ്ഞിട്ടൊരു മൂവി, വളരെ സൈലന്റ് ആയിട്ട് റിലീസായ ഒരു മൂവിയാണ്. പക്ഷെ അതും ഈ പറഞ്ഞതുപോലെ പക്ക ആക്ഷനാണ്. നിങ്ങളാരും ആ പടം കണ്ടിട്ടില്ലെങ്കിൽ കാണണം. നല്ല മൂവിയാണ്, നല്ല ആക്ഷനും സൈലന്റ് ആയിട്ടാണ്. പിന്നെ ഈ നോബഡി ടൂവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ നായകനും ഫാമിലി ഒരു വെക്കേഷന് പോകുന്നതും അവിടെ നടക്കുന്ന കുറച്ച് സംഭവങ്ങളും കുറച്ച് ഫണ്ണും എല്ലാം ചേർന്നിട്ട് വരുന്ന രീതിയിലാണ് ഈ പടം ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇയാളടുത്ത് നടന്ന സംഭവങ്ങളെ കുറിച്ച് ചോദിക്കുന്നതാണ് ഈ പടത്തിൻ്റെ ഒരു ഓവറോൾ കഥയെക്കുറിച്ച് പറയുന്നത്. പിന്നെ ഈ പടത്തിൽ ഇപ്പം ഫസ്റ്റ് പാർട്ടിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് സാധാരണ ഈ സിനിമ ഞാൻ കാണാൻ പോകുന്നത് എനിക്കൊരു സിനിമ ഇപ്പം നോർമലി എനിക്ക് ആ സിനിമയുടെ ആ കുറ്റം അതിൻ്റെ കുറവ് അങ്ങനെ കുറഞ്ഞു പോയി ഇങ്ങനെ കുറഞ്ഞു പോയി എനിക്ക് അങ്ങനെ ഞാൻ നോക്കാറില്ല. എനിക്കിപ്പോൾ ഒരു സിനിമ ഒരു 1.5-2 മണിക്കൂർ എനിക്ക് ജസ്റ്റ് സ്ക്രീനിൽ തന്നെ നോക്കിയിരുന്ന് എനിക്ക് ആ 2 മണിക്കൂർ നമ്മുടെ ഈ തിരക്കിൻ്റെ ഇടയിലും സ്ട്രെസ്സിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ 2 മണിക്കൂർ സിനിമ കാണാൻ പോകുമ്പോൾ എനിക്കത് ആ ഒരു 2 മണിക്കൂർ എനിക്ക് സ്ക്രീനിൽ ഇങ്ങനെ നോക്കിയിരുന്ന് ആ ടൈം ഫ്രീ ആയിട്ട് പോവുക, അത്ര മാത്രമേ ഞാനൊരു സിനിമയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. എനിക്ക് അതിന് നായകൻ ഇപ്പോൾ മോഹൻലാലോ അല്ലെങ്കിൽ വലിയ വലിയ നായകൻ തന്നെ അഭിനയിക്കണം, ബിഗ് ബഡ്ജറ്റ് മൂവി തന്നെ വേണം എന്നൊക്കെ ഒന്നുമില്ല. ആക്ഷനാണെങ്കിൽ നല്ല ആക്ഷൻ ആയിരിക്കണം, നല്ല രീതിയിൽ നമ്മുടെ 2 മണിക്കൂർ എൻഗേജിങ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റണം. അത്രയേ ഉള്ളൂ ഞാൻ സിനിമയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന നോബഡി ടൂവിലേക്ക് വരുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം, എനിക്ക് ഫസ്റ്റ് പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാര്യം എനിക്ക് ഫസ്റ്റ് പാർട്ടാണ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത്. കാര്യം ഫസ്റ്റ് പാർട്ടിൽ ആ ബസ്സിൽ വെച്ചുള്ള ഒരു ആക്ഷൻ രംഗങ്ങളും അതുപോലെ തന്നെ ലാസ്റ്റ് ആ ഗൺ ഷൂട്ടും വളരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി പ്രാവശ്യം കാണാറുണ്ട് ഈ നോബഡി, അതുപോലെ തന്നെ സിസു, ജോൺ വിക്ക്, പിന്നെ അങ്ങനെ കുറച്ച് ആക്ഷൻ മൂവി എൻ്റെ കളക്ഷനുണ്ട്. ഞാനപ്പോൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കാണാറുണ്ട്. കാര്യം അത്യാവശ്യം സൗണ്ട് എഫക്റ്റിലൊക്കെ ഞാൻ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള മൂവീസ്. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നോബഡി ടു ഇറ്റ്സ് ഓക്കെ മൂവിയാണ്. പക്ഷെ എന്നാലും ബോറിംഗ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ആ 1.5 മണിക്കൂർ എങ്ങാണ്ട് സിനിമയുള്ളൂ, നമുക്ക് അങ്ങനെ സ്ക്രീനിൽ തന്നെ നോക്കിയിരുന്ന് നമുക്ക് അങ്ങനെ ആ സിനിമ പെട്ടെന്ന് തുടങ്ങുന്നു, അത് കഴിഞ്ഞ് ഈ കോമഡിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അങ്ങ് പടം പെട്ടെന്ന് തീരുന്നു. ആ ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് കാണുന്നവർക്ക് അങ്ങനെ ബോറിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന കാശ് പോയി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം. എന്നാലും ഫസ്റ്റ് പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഈ നായകൻ്റെ ഒരു അച്ഛൻ അപ്പാപ്പൻ, അയാൾ ഫസ്റ്റ് പാർട്ടിലൊക്കെ നല്ല രീതിയിൽ ലാസ്റ്റൊക്കെ അയാളുടെ എൻട്രി ഒക്കെ സൂപ്പറായിരുന്നു. ഇതിൽ അത്രത്തോളം വലിയൊരു എൻട്രി ഒന്നും അയാൾക്കില്ല. എന്നാലും കുറച്ച് ഫണ്ണൊക്കെ അയാൾ ഫണ്ണായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരന്. അങ്ങനെ കണ്ടവർക്ക് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് പോവാം. നല്ല